തിരുവല്ല സ്പാ കൂട്ടബലാത്സംഗ കേസിൽ 7ാം പ്രതി ഷിൻഡോ പി സണ്ണി അറസ്റ്റിലായി. ചങ്ങനാശ്ശേരിയിൽ നിന്നാണ് പ്രതിയെ പിടികൂടിയത്. ഇതോടെ കേസിലെ മുഴുവൻ പ്രതികളും പോലീസിന്റെ പിടിയിലായിട്ടുണ്ട്. 1ാം പ്രതിയെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് കേസിൽ 7ാമതൊരാൾ കൂടി ഉണ്ടെന്നുള്ള വിവരം പോലീസിന് കിട്ടിയത്. തിരുവല്ല സ്പായിലെ കൂട്ടബലാത്സംഗ കേസുമായി ബന്ധപ്പെട്ട് ഒരു പ്രതി കൂടി അറസ്റ്റിലായിരിക്കുന്നു. ചങ്ങനാശ്ശേരിയിൽ നിന്നാണ് ഈ പ്രതി അറസ്റ്റിലായിട്ടുള്ളത്. ഷിൻഡോ പി സണ്ണിയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസിൻ്റെ പിടിയിലായത്. നിലവിൽ 6 പ്രതികളാണ് കേസിലുണ്ടായിരുന്നത്. 6 പ്രതികളെ പോലീസ് പിടികൂടിയിരുന്നു. 1ാം പ്രതി മരണസുബിൻ എന്നറിയപ്പെടുന്ന സുബിൻ അലക്സാണ്ടർ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഈ ഷിൻഡോ ഇപ്പോൾ പോലീസ് പ്രതികരണത്തിലുള്ളത്, പിടികൂടിയിട്ടുള്ളത്. എന്തായാലും ഈ CCTV ദൃശ്യങ്ങൾ കൂടി പോലീസ് പരിശോധിക്കലാണ് ഈ ഷിൻഡോയുടെ പങ്ക് പോലീസിന് മനസ്സിലായത്. അതുകൊണ്ടാണ് ഷിൻഡോയെ ഇന്നലെ തന്നെ പോലീസ് നിരീക്ഷണത്തിലായിരുന്നു. എന്തായാലും ചങ്ങനാശ്ശേരിയിൽ നിന്ന് ട്രെയിൻ മാർഗം ഷിൻഡോ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിലാണ് പോലീസിൻ്റെ വലയിലാകുന്നത്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് സ്പായിലെ കൂട്ടബലാത്സംഗ കേസുമായി ബന്ധപ്പെട്ട് മുഴുവൻ പ്രതികളെയും തിരുവല്ല പോലീസ് പിടികൂടിയിരിക്കുന്നു. 2 പ്രതികൾ നേരിട്ട് പോലീസ് സ്റ്റേഷനിൽ വന്നാണ് നേരിട്ട് ഹാജരാകുകയായിരുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള ആരോപണങ്ങളും വിവാദങ്ങളും ഉണ്ടായിരുന്നു. നിലവിൽ ഇത് കൊട്ടേഷൻ ആക്രമണം എന്നാണ് ഈ സ്ഥാപനത്തിൻ്റെ ഉടമ വ്യക്തമാക്കിയത്. അത് അല്ല, നേരെ മറിച്ച് ഇത് ഗുണ്ടാപ്പിരിവുമായി ബന്ധപ്പെട്ടുള്ള തർക്കമാണ്. ആ ഗുണ്ടാപ്പിരിവുമായി 50,000 രൂപ ആവശ്യപ്പെട്ടാണ് പ്രതികൾ സ്പായിലെത്തുന്നത്. അവിടെ ജീവനക്കാരിയുമായി തർക്കം ഉണ്ടാകുന്നു. അതിനുശേഷമാണ് കൂട്ടബലാത്സംഗത്തിലേക്ക് കടക്കുന്നത്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങളുണ്ടായിരുന്നു. പോലീസിനെതിരെ ചില വിമർശനങ്ങളുണ്ടായിരുന്നു. ഈ കാര്യങ്ങളെല്ലാം നിലനിൽക്കുമ്പോഴാണ് ഈ പ്രതികളെല്ലാം പോലീസിന് പെട്ടെന്ന് പിടികൂടാൻ കഴിഞ്ഞിട്ടുള്ളത്. നിലവിലത്തെ സാഹചര്യത്തിൽ പ്രതികളുടെ മൊഴികൾ ശേഖരിക്കുകയാണ്. ഇന്ന് പിടിയിലായ ഷിൻഡോയുടെ മൊഴിയും പോലീസ് ശേഖരിച്ചു വരികയാണ്. ഈ തിരുവല്ല സ്പായിലെ കൂട്ടബലാത്സംഗ കേസുമായി ബന്ധപ്പെട്ട് മുഴുവൻ പ്രതികളെയും ഇപ്പോൾ പോലീസ് പിടികൂടിയിരിക്കുന്നു. അതുമാത്രമല്ല, തിരുവല്ലയിൽ അനധികൃതമായി പ്രവർത്തിക്കുന്ന സ്പാ സെൻ്ററുകളിൽ പോലീസിൻ്റെ പരിശോധനയും കർശനമാക്കിയിട്ടുണ്ട്.